ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് വിത്ത് ജനിജി. സജേഷ് നിർവാരത്തിന് കുറച്ചുകൂടി സംശയങ്ങളുണ്ട്. അതിലൊന്നാണ് അറൈവ്, റീച്ച്. ഈ രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് അറിയേണ്ടത്. അപ്പോൾ അവിടെ മൂന്ന് പദങ്ങൾ, അറൈവും റീച്ചും പോരാ. ഗെറ്റ്, അറൈവ്, റീച്ച്, ഈ മൂന്ന് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അറിയും. ഈ മൂന്ന് പദങ്ങൾക്കും ഒരു സ്ഥലത്ത് എത്തിച്ചേരുക എന്നാണ്. ഗെറ്റ്, അറൈവ്, റീച്ച്. പക്ഷെ ഉപയോഗത്തിൽ വരുമ്പം ചെറിയ വ്യത്യാസമുണ്ട്. ഇതിൽ റീച്ച് ഒരു ഫോർമൽ വേർഡാണ്, ഹൈലി ഒരു ഔപചാരികമായ തലത്തിൽ ഉപയോഗിക്കുന്ന വേർഡാണ് റീച്ച്. എന്നാൽ നമുക്ക് ഗെറ്റ്, അറൈവ് ഇത് സാധാരണ സംഭാഷണങ്ങളിൽ ഉപയോഗിക്കുന്നതാണ്. ഒരു ഇൻഫോർമൽ വേർഡ്സ് ആണ് അവ. ഈ മൂന്നിനും തുല്യമായിട്ട് ഒരു പ്രപ്പോസിഷനും ഇല്ലാതെ ഉപയോഗിക്കാവുന്ന മൂന്ന് പദങ്ങളാണ് ഹിയർ, there, home. For example, get here, get there, get home. Arrive here, arrive there, arrive home. Reach here, reach there, reach home. ഇവിടെ ഒന്നും പ്രപ്പോസിഷൻ്റെ ആവശ്യമില്ല. അപ്പം നമ്മൾ ചിലപ്പം ചോദിക്കും, when did you get here? നീ എപ്പോഴാണ് ഇവിടെ എത്തിയത്? when did you get here? when did you arrive here? when did you reach here? നീ എപ്പോഴാണ് ഇവിടെ എത്തിയെന്നുള്ളത് ഈ മൂന്ന് ഉപയോഗിക്കാം. അതിൽ ഓർക്കുക, ഗെറ്റും അറൈവുമാണ് സാധാരണ സംഭാഷണങ്ങൾ. ഓക്കെ, ഇനി ഗെറ്റ് സാധാരണ രീതിയിൽ ഗെറ്റ് കഴിഞ്ഞിട്ട് TO2 ഉപയോഗിക്കണം. ഫോർ എക്സാമ്പിൾ, വെൻ ഡിഡ് യു ഗെറ്റ് ടു മൈസൂർ? വെൻ ഡിഡ് യു ഗെറ്റ് ടു മൈസൂർ? നീ എപ്പോഴാണ് മൈസൂരിൽ എത്തിയത്? വെൻ ഡിഡ് യു ഗെറ്റ് ടു കൊച്ചിൻ? കൊച്ചിയിൽ എപ്പോഴാണ് എത്തിയത്? അപ്പോൾ അവിടെ ഗെറ്റ് കഴിഞ്ഞിട്ട് ടു ഉപയോഗിക്കണം. വെൻ ഡിഡ് യു ഗെറ്റ് ടു വർക്ക്? നീ എപ്പോഴാണ് ജോലിക്ക് എപ്പോഴാണ് എത്തിയത്? വെൻ ഡിഡ് യു ഗെറ്റ് ടു? വെൻ ഡിഡ് യു ഗെറ്റ് ടു ദ ബാങ്ക്? ബാങ്കിൽ നീ എപ്പോഴാണ് എത്തിയത്? അവിടെ എല്ലാം TO2 ചേർത്തിട്ട് ഗെറ്റ് കഴിഞ്ഞാൽ ടു എന്നുള്ളൊരു പ്രപ്പോസിഷൻ വേണം. എന്നാൽ അറൈവ് എന്ന വാക്കിന് അറ്റ് ഉപയോഗിക്കും, ഇൻ ഉപയോഗിക്കും, രണ്ട് പ്രപ്പോസിഷൻ ഉപയോഗിക്കും. കൺഫ്യൂഷനൊന്നും വേണ്ട. രാജ്യം, ദാറ്റ് മീൻസ് ബിഫോർ ദ നെയിംസ് ഓഫ് കൺട്രീസ് ഓർ ബിഫോർ ദ സിറ്റീസ്, ടൗൺസ് എറ്റ്സെട്ര വി യൂസ് ഇൻ. ഇൻ അതർ പ്ലേസസ് വി യൂസ് അറ്റ്. അത്രയേ ഉള്ളൂ. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഐ അറൈവ്ഡ് ഇൻ ബാംഗ്ലൂർ മീൻസ് ഞാൻ ബാംഗ്ലൂരിൽ എത്തിയെന്നാണ്. ഐ അറൈവ്ഡ് ഇൻ അമേരിക്ക, ഞാൻ അമേരിക്കയിലെത്തി. അപ്പോൾ രാജ്യത്തിൻ്റെ അതുപോലെ ടൗണിൻ്റെ പേരൊക്കെ പറയുമ്പോൾ ഉപയോഗിക്കുക. അതേസമയം നമ്മൾ ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ വരുമ്പോൾ അവിടെ അറ്റ് മതി. ഫോർ എക്സാമ്പിൾ, ഐ അറൈവ്ഡ് അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ. ഐ അറൈവ്ഡ് അറ്റ് ദ ബസ് സ്റ്റാൻഡ്. ഐ അറൈവ്ഡ് അറ്റ് ദ പാർട്ടി, ഞാൻ പാർട്ടിക്ക് എത്തി എന്നാണ്. ഐ അറൈവ്ഡ് അറ്റ് വർക്ക്, ഞാൻ ജോലിക്ക് എത്തി. അവിടെയൊക്കെ അറ്റ് മതി. റീച്ച് കഴിഞ്ഞിട്ട് സാധാരണ പ്രപ്പോസിഷൻ ഒന്നും ഉപയോഗിക്കില്ല. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു, വാട്ട് ടൈം ഡിഡ് യു റീച്ച് യുവർ? വാട്ട് ടൈം ഡിഡ് യു റീച്ച് യുവർ? നീ എപ്പോഴാണ് ഇവിടെ എത്തിയത്? വാട്ട് ടൈം ഡിഡ് യു റീച്ച് മൈസൂർ? നീ മൈസൂരിൽ എപ്പോഴാണ് എത്തിയത്? വാട്ട് ടൈം ഡിഡ് യു റീച്ച് ദ ഹോട്ടൽ? ഹോട്ടലിൽ നീ എപ്പോഴാണ് എത്തിയത്? വാട്ട് ടൈം ഡിഡ് യു റീച്ച് ദ പാർട്ടി? പാർട്ടിക്ക് എപ്പോഴാണ് എത്തിയത്? അപ്പോൾ അവിടെ ഒന്നും ഒരു പ്രപ്പോസിഷനും ആവശ്യമില്ല. ഇതാണ് റീച്ചിൻ്റെ പ്രയോഗം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഗെറ്റ്, അറൈവ്, റീച്ച് മൂന്നിനും ഒരേ അർത്ഥം. ഗെറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടു ഉപയോഗിക്കും, അറൈവ് കഴിഞ്ഞാൽ അറ്റും ഇന്നും ഉപയോഗിക്കും, റീച്ച് കഴിഞ്ഞാൽ പ്രപ്പോസിഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതിലും ഇപ്പം എല്ലാം ഉപയോഗത്തിലുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും ഉപയോഗിക്കാൻ എളുപ്പമുള്ളത് അത് ഉപയോഗിക്കുക. കാരണം നമ്മുടെ ആശയം കൈമാറണമെന്നേ ഉള്ളൂ. നിങ്ങളിതിൽ ഏത് ഉപയോഗിച്ചാലും ആൾക്കാർക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇത് ഏത് വേണമെങ്കിലും. അതുപോലെ സാധാരണയുള്ള ബി അറ്റ് ഹോം, സ്റ്റേ അറ്റ് ഹോം, ഡു സംതിങ് അറ്റ് ഹോം, വർക്ക് അറ്റ് ഹോം, ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗമുണ്ട്. അവിടെയൊക്കെ ആ ഹോമിൻ്റെ മുമ്പിൽ അറ്റ് ഉപയോഗിക്കണം. വെർ ആർ യു? നീ ഇപ്പോൾ എവിടെയാ? ഐ എം അറ്റ് ഹോം, ഞാനിപ്പോൾ വീട്ടിലാണ്. പ്ലീസ് സ്റ്റേ അറ്റ് ഹോം, വീട്ടിൽ നിൽക്കുക. പ്ലീസ് സ്റ്റേ ഹോം മാത്രം, അവിടെ ഒരു അറ്റ് ചേർക്കുമ്പോഴാണ് അതിനൊരു ഭംഗി. അപ്പം പ്ലീസ് സ്റ്റേ അറ്റ് ഹോം, വീട്ടിൽ തന്നെ തങ്ങുക എന്നർത്ഥത്തിൽ ഉപയോഗിക്കും. ദെൻ യു സി, ഐ വർക്ക് അറ്റ് ഹോം, ഞാൻ വീട്ടിൽ നിന്നാണ് ജോലി ചെയ്യുന്നത്. അവിടെ തന്നെ രണ്ട് പ്രയോഗമുണ്ട്, വർക്ക് ഫ്രം ഹോം, വർക്ക് അറ്റ് ഹോം. ഇപ്പം പലരും വർക്ക് ഫ്രം ഹോമാണ്. ഇതുവരെ അവർ കമ്പനിയിലൊക്കെ പോയി ജോലി ചെയ്തവർ ഇപ്പം അവർക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് വർക്ക് ഫ്രം ഹോം എന്നാണ്. അതേസമയം എൻ്റെ തൊഴിൽ എപ്പോഴും വീട്ടിലിരുന്നു കൊണ്ടുള്ള ജോലിയാണെന്ന് വെച്ചു. എൻ്റെ സ്ഥിരം ജോലി അതാണ്. അങ്ങനെ ആ ജോലിയിൽ ഞാൻ ഏർപ്പെടുമ്പം വർക്ക് അറ്റ് ഹോം എന്നാണ്. കാരണം ഞാൻ വേറൊരു കമ്പനിയുടെ അവിടെയുള്ള ജോലി ഇങ്ങോട്ട് മാറിയതല്ല. ഞാൻ നേരത്തെ ഇവിടെ നിന്ന് തന്നെയാണ്, വീട്ടിലിരുന്നു കൊണ്ടാണ് എൻ്റെ തൊഴിലൊക്കെ നടക്കുന്നത്. അപ്പോൾ അത് വർക്ക് അറ്റ് ഹോമാണ്. അതേസമയം ഒരു കമ്പനി ജോലി ചെയ്യുന്നു, പ്രത്യേക സാഹചര്യത്തിൽ ആ ജോലി ഞാൻ വീട്ടിലിരുന്ന് ചെയ്യുമ്പോൾ വർക്ക് ഫ്രം ഹോമാണ്. ഇങ്ങനെ ഒരു നേരിയ വ്യത്യാസം വർക്ക് അറ്റ് ഹോമിനും വർക്ക് ഫ്രം ഹോമിനും ഉണ്ടെന്ന് കൂടി മനസ്സിലാക്കാം. സജീഷിൻ്റെ മറ്റൊരു സംശയമാണ് ആസ്വൽ. ആസ്വൽ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണെന്ന് സജീഷ് ചോദിച്ചു. അവിടെ നമ്മൾ ആസ്വൽ പഠിക്കുന്നത്
എന്നതിനോടൊപ്പം തന്നെ TW2 ALS ഓൾസോ പിന്നെ ആസ് വെൽ ഈ 3 പ്രയോഗങ്ങളും അറിയണം. ഇതിന് മൂന്നിനും ഇൻ അഡീഷൻ ടു എന്നാണ് അർത്ഥം. അതായത് അതിനും പുറമെ എന്തോന്ന് പറഞ്ഞു, അതിനും പുറമെ. നമ്മൾ മലയാളത്തിൽ എന്നാണ് ഉപയോഗിക്കുക ഈ 3 പദത്തിനും. ഞാനും അവനും എനിക്കും അവൾക്കും എന്നൊക്കെ പറയുമ്പോൾ ഒരു എന്നുള്ളൊരു പ്രയോഗമുണ്ട്. അതിന് പകരം ഈ 3 ഉപയോഗിക്കും. ഇതിൽ TW2 അതുപോലെ ആസ് വെൽ ഇത് രണ്ടുമാണ് ഇൻഫോർമൽ വേർഡ്സ്. സാധാരണ സംഭാഷണങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അതാണ്. പക്ഷേ ഓൾസോ എന്നുള്ളത് ഒരു ഫോർമൽ വേർഡാണ്. പക്ഷേ നമുക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ട്, നമ്മൾ കൂടുതൽ റിട്ടൺ ലാംഗ്വേജാണ് നമ്മൾ കൂടുതൽ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ടു അല്ലെങ്കിൽ ആസ് വെൽ വരുന്നതിനേക്കാൾ കൂടുതൽ ഓൾസോ എന്ന പദമാണ്. പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ ഒരു പ്രയോഗമുണ്ട്, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. പണ്ട് മുതലേ നമ്മൾ പഠിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. അങ്ങനെയൊക്കെ ഒരു ഓൾസോ കയറി വന്നിട്ടുണ്ട്, തെറ്റില്ല. ഇതും അതുപോലെ തന്നെയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇൻഫോർമൽ സംഭാഷണങ്ങളിലൊക്കെ TW2 ആണ് ഉപയോഗിക്കുക. അപ്പോൾ ഇതിന് 3ഉം ഒരേ അർത്ഥമാണെങ്കിലും ഉപയോഗത്തിൽ ചെറിയ ചെറിയ വ്യത്യാസമാണ്. അപ്പം നമുക്ക് ടു എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, I too speak English. I too ഏതിനെയാണ് സ്ട്രെസ് ചെയ്യുന്നത്, അതിനോട് ചേർത്തിട്ടാണ് ആ TW2 വരുന്നത്. I too speak English. ഞാനും ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. I speak English too. I speak English too. ഞാൻ ഇംഗ്ലീഷും സംസാരിക്കാറുണ്ട്. രണ്ടും തമ്മിലുള്ള സംസാരത്തിലുള്ള വ്യത്യാസം മനസ്സിലാവുന്നുണ്ടല്ലോ. I too ഞാനും. I too speak English. ഞാനും ഇംഗ്ലീഷ് സംസാരിക്കും. നീ മാത്രമൊന്നുമല്ല, ഞാനും ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. I speak English too. ഞാൻ മലയാളം സംസാരിക്കാറുണ്ട്, തമിഴ്, അങ്ങനെ പലതും സംസാരിക്കും. ഞാൻ ഇംഗ്ലീഷും സംസാരിക്കാറുണ്ട്. I speak English too. അപ്പോൾ ഇങ്ങനെ 2 രീതിയിൽ ഇത് ഉപയോഗിക്കാം. ഏതിനാണോ സ്ട്രെസ് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് TW2 ഉപയോഗിക്കാം. ഓക്കെ, അതാണ് ടുവിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ്. ഇനി നോക്ക്, ഷീസ് എ ഡാൻസർ. ഷീസ് എ ഡാൻസർ. ഷീസ് എ സിംഗർ ടു. അവളൊരു നർത്തകിയാണ്, അവളൊരു പാട്ടുകാരിയും ആണ്. ഷീസ് എ ഡാൻസർ, ഷീസ് എ സിംഗർ ടു എന്നുപയോഗിക്കാം. ഇനി അതുപോലെ ആസ് വെൽ. ആസ് വെൽ എപ്പോഴും സെൻറ്റൻസിൻ്റെ അവസാനമായിട്ടാണ് കൊണ്ടുപോയി ചേർക്കുക. ആസ് വെൽ അതിന് എന്നാണ്. അപ്പം അതിനിടയ്ക്കൊന്നും വരില്ല, ഏറ്റവും അവസാനം കൊണ്ടുപോയി ചേർക്കുന്നതാണ്. പക്ഷേ അതിലേതിനാണ് സ്ട്രെസ് ചെയ്യുന്നതെന്നുള്ളത് എഴുത്ത് ഭാഷയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞുകൊള്ളുന്നില്ല. പക്ഷേ സംസാര ഭാഷയിൽ നമ്മൾ സ്ട്രെസ് ചെയ്യുന്ന പോലെ ആയിരിക്കും. ഇപ്പം തന്നെ I speak English as well. I speak English as well. ഞാനും എന്ന് അവിടെ ഐക്കാണ് സ്ട്രെസ് കൊടുത്തത്. I speak English as well. I speak English as well. ഞാൻ ഇംഗ്ലീഷും സംസാരിക്കാറുണ്ട്. അപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ ഏതിനാണോ സ്ട്രെസ് കൊടുക്കുന്നത് എന്ന് ആ സംസാരത്തിൻ്റെ രീതിയിൽ നിന്നാണ് മനസ്സിലാക്കുക. അപ്പോൾ ആസ് വെൽ എപ്പോഴും അവസാനമാണ്. എന്നാൽ ഓൾസോ എന്നുള്ളത് അത് സാധാരണ ഓൾസോ ഈസ്, ആം, ആർ, വോസ് വെർ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഓൾസോ ചേർക്കും. ഇനി ഒരു ഫുൾ വെർബ് വരികയാണെങ്കിൽ അതിൻ്റെ മുൻപിലാണ് ചേർക്കുക. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മൈ സൺ ഈസ് ഓൾസോ എ ഡോക്ടർ. സൺ ഈസ് കഴിഞ്ഞിട്ടാണ് ഓൾസോ ചേർത്തത്. മൈ സൺ ഈസ് ഓൾസോ എ ഡോക്ടർ. എൻ്റെ മകനും ഒരു ഡോക്ടറാണ്. മൈ സൺ ഈസ് ഓൾസോ എ ഡോക്ടർ. അതുപോലെ മൈ ഡോട്ടർ ഈസ് ഓൾസോ എ ടീച്ചർ. മൈ ഡോട്ടർ ഈസ് ഓൾസോ എ ടീച്ചർ. എൻ്റെ മകളും ഒരു അധ്യാപികയാണ്. ഇപ്പോൾ ഒരാൾ പറയുകയാണ് എൻ്റെ മോൾ അധ്യാപികയാണെന്ന് പറയുമ്പോൾ എൻ്റെ മോളും അധ്യാപികയാണ് എന്ന് നമ്മൾ പറയാൻ മൈ ഡോട്ടർ ഈസ് ഓൾസോ എ ടീച്ചർ എന്ന് പറയാം. ഇനി നമുക്ക് ഓൾസോ TW2 ആസ് വെൽ എങ്ങനെ ഒന്നിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നു. ഹി ഓൾസോ ഡയറക്ട്സ് ഫിലിംസ്. അവിടെ നേരത്തെ പറഞ്ഞു ഫുൾ വെർബിൻ്റെ മുമ്പിലാണ്. ഹി ഓൾസോ ഡയറക്ട്സ് ഫിലിംസ്. അയാൾ സിനിമയിൽ അഭിനയിക്കുക മാത്രമല്ല സിനിമ സംവിധാനം ചെയ്യുകയും ചെയ്യാറുണ്ട്. സോ ഹി ഓൾസോ ഡയറക്ട്സ് ഫിലിംസ്. ഹി ഡയറക്ട്സ് ഫിലിംസ് ടു. ഹി ഡയറക്ട്സ് ഫിലിംസ് ടു. അദ്ദേഹം സിനിമകൾ സംവിധാനം ചെയ്യാറുമുണ്ട്. ഹി ഡയറക്ട്സ് ഫിലിംസ് ആസ് വെൽ. ഹി ഡയറക്ട്സ് ഫിലിംസ് ആസ് വെൽ. അപ്പോൾ ഈ 3ഉം ഒരേ അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഈ ആസ് വെൽ ഉപയോഗിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ചില സമയത്ത് അത് എവിടെയാണ് സ്ട്രെസ് ചെയ്യുന്ന അറിയില്ല എഴുത്ത് ഭാഷയിൽ. ഇപ്പം ഫോർ എക്സാമ്പിൾ, വി ഹാവ് ഡാൻസ് ക്ലാസ്സസ് ഓൺ സൺഡേസ് ആസ് വെൽ. വി ഹാവ് ഡാൻസ് ക്ലാസ്സസ് ഓൺ സൺഡേസ് ആസ് വെൽ. അതിന് എന്തൊക്കെ അർത്ഥം വരാം? വി അതിന് സ്ട്രെസ് കൊടുത്തില്ല. എങ്ങനെയാണ് വി? അതായത് ഞങ്ങൾക്കും ഞായറാഴ്ചകളിൽ നൃത്ത ക്ലാസ്സുകളുണ്ട്, ഡാൻസ് ക്ലാസ്സുകളുണ്ട്. ഞങ്ങൾക്കും, വേറെ പലർക്കുമുണ്ട്, അതുപോലെ ഞങ്ങൾക്കുമുണ്ട് എന്നൊരർത്ഥമുണ്ട്. ഇനി വി ഹാവ് ഡാൻസ് ക്ലാസ്സസ് ഓൺ സൺഡേസ് ആസ് വെൽ.
ഡാൻസ് ക്ലാസ്സസ്. അതിന് സ്ട്രെസ് ചെയ്യുമ്പോൾ എന്താണ്, ഞങ്ങൾക്ക് ഡാൻസ് ക്ലാസ്സുകൾ മാത്രമല്ല, ഞങ്ങൾക്ക് വേറെ ഇപ്പം പാട്ട് ക്ലാസ് ഉണ്ട്, പല ക്ലാസ്സും ഉണ്ട്, അതുപോലെ ഡാൻസ് ക്ലാസ്സും ഉണ്ട് എന്നൊരർത്ഥം വരും. അതുപോലെ വി ഹാവ് ഡാൻസ് ക്ലാസ്സസ് ഓൺ സൺഡേസ് ആസ് വെൽ. അതായത് ഞങ്ങൾക്ക് ഞായറാഴ്ചകളിലും ഡാൻസ് ക്ലാസ്, ഞായറാഴ്ച മാത്രമല്ല, തിങ്കൾ ബുധൻ ഇങ്ങനെ പല ദിവസമുണ്ട്, ഞായറാഴ്ചയുമുണ്ട്. ഞായറാഴ്ചയും ഞങ്ങൾക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്. അപ്പം അതിൽ റിട്ടേൺ ഇതിൽ വരുമ്പോൾ നമുക്കിത് ഈ 3 അർത്ഥവും ഒറ്റ സെൻറ്റൻസിനുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ മീ ടു എന്ന ഒരു സിമ്പിൾ ഫോം ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഐ എം എ ടീച്ചർ. മീ ടു സിമ്പിളാണ് സംഭാഷണത്തിൽ. ഐ എം എ ടീച്ചർ, ഒരാൾ പറയാണ് ഐ എം എ ടീച്ചർ, ഞാൻ അധ്യാപകൻ. മീ ടു, ഞാനും എന്നൊരർത്ഥം കിട്ടും. ഐ ലൈക്ക് മാംഗോസ്. മീ ടു. ഒരാൾ പറയുന്നു എനിക്ക് മാങ്ങ ഇഷ്ടമാണ്, എനിക്കും എന്നർത്ഥത്തിൽ മീ ടു. പിന്നെ ഇപ്പം മീ ടു ക്യാമ്പയിൻ എന്ന് പറഞ്ഞ് വലിയൊരു നടക്കുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഈ രൂപത്തിലൊക്കെ ഇത് ഉപയോഗിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ്. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് പ്രോഗ്രാം. ഗുഡ് ബൈ ടിൽ വി മീറ്റ് അഗെയിൻ.